വാഹനത്തിന്റെ ആർസി കാർഡിലെ പേര് മാറ്റുവാൻ വേണ്ടി ആർടിഒ ഓഫീസിൽ അപേക്ഷ നൽകിയതിന് പിന്നാലെ ഫോണിലേക്ക് വ്യാജ ആർടിഒ സന്ദേശത്തിൽ ക്ലിക്ക് ചെയ്ത പുന്നേർകുളം സ്വദേശിക്ക് നഷ്ടമായത് 85,000 രൂപ. ഈ മാസം 4-നാണ് ആൽത്തറ സ്വദേശി സൈബർ തട്ടിപ്പിനിരയായത്. ആർടിഒ ഓഫീസിൽ അപേക്ഷ നൽകിയ ശേഷം ബാക്കി വിവരങ്ങൾ ഫോണിലേക്ക് വരുമെന്നാണ് നിർദ്ദേശം നൽകിയിരുന്നത്. അതിനുശേഷമാണ് ആർടിഒ എന്ന പേരുള്ള വ്യാജ വാട്സ്ആപ്പ് നമ്പറിൽ നിന്നും സന്ദേശം വരുന്നത്. ഈ സന്ദേശത്തിലെ ഫയൽ തുറന്നു നോക്കിയതോടെ ഫോണിൽ അദൃശ്യമായ ആപ്പ് ഇൻസ്റ്റാൾ ആവുകയും അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുകയുമായിരുന്നു. അതോടൊപ്പം ഇതേ ആപ്പിന്റെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫയൽ ഫോണിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും അക്കൗണ്ടുകളിലേക്കും സന്ദേശമായി പോവുകയും ചെയ്തു. സംഭവത്തിൽ സൈബർ പോലീസിലും മോട്ടോർ വാഹന വകുപ്പിനും പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ മറ്റു പലരും തട്ടിപ്പിനിരയായിട്ടുണ്ട് എന്നാണ് വിവരം. ആർടിഒയുടെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ അയച്ച് പണം തട്ടുന്ന രീതി ഇപ്പോൾ വ്യാപകമായിട്ടുണ്ട്. ഔദ്യോഗിക സന്ദേശമാണെന്ന് കരുതിയാണ് പലരും തട്ടിപ്പിനിരയാകുന്നത്. പ്ലേ സ്റ്റോറിൽ ഇല്ലാത്ത ആപ്പുകളാണ് തട്ടിപ്പിനായി ഉപയോഗിക്കുന്നത്. ഫോണിലെ വിവരങ്ങൾ മോഷ്ടിക്കുക, ഉപകരണത്തിന് കേടുപാടുകൾ വരുത്തുക, അനധികൃതമായി നിയന്ത്രണം ഏറ്റെടുക്കുക തുടങ്ങിയവയാണ് മാലീഷ്യസ് ആപ്പുകൾ മുഖാന്തരം ചെയ്യുന്നത്. ഇത്തരം ആപ്പുകളാണ് വ്യാജ ആർടിഒ സന്ദേശത്തിലൂടെ അയക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക സന്ദേശങ്ങളും അപേക്ഷകൾ സംബന്ധിച്ചുള്ള അറിയിപ്പുകളും വാട്സ്ആപ്പ് മുഖാന്തരം വരില്ലെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഗതാഗത മന്ത്രാലയത്തിന്റെ ഓൺലൈൻ സംവിധാനമായ വാഹൻ പോർട്ടലിൽ ടെക്സ്റ്റ് മെസ്സേജായി മാത്രമാണ് സന്ദേശം വരിക. സംശയം വരുന്ന കാര്യങ്ങളിൽ ഓഫീസിൽ നേരിട്ട് അന്വേഷിക്കണം. നമ്പറുകളിൽ നിന്ന് വരുന്ന ലിങ്കുകളും ആപ്പ് ഫയലുകളും തുറക്കാതിരിക്കുക. ആപ്പ് വഴി പണം നഷ്ടപ്പെട്ടാൽ ഉടനടി സൈബർ സെല്ലിന്റെ 1930 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. തട്ടിപ്പിന്റെ വിശദ വിവരങ്ങൾ കൈമാറുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഫോണിൽ ഇന്റർനെറ്റ് ബാങ്ക് വഴിയാണ് പണം തട്ടുന്നത്. അതിനാൽ പണം നഷ്ടപ്പെട്ട ഉടനെ തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ടാൽ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. വൈകിയാൽ പല അക്കൗണ്ടുകളിലേക്ക് പണം മാറും. ഫോൺ ഫോർമാറ്റ് ചെയ്ത് വ്യാജ ആപ്പ് നീക്കം ചെയ്യുക. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജനം ജാഗ്രതയോടെ ഇരിക്കണമെന്ന് ആർടിഒ കേന്ദ്രങ്ങൾ അറിയിപ്പ് നൽകിയിട്ടുണ്ട്.